യെസ്. അതിനുശേഷം ഇനി നമ്മൾ മറ്റൊരു ഊർജ്ജം നൽകുന്ന വളരെ പോസിറ്റീവായ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഗഗൻയാൻ ദൗത്യം. ഗഗൻയാൻ ദൗത്യത്തിലെ ആളില്ല പരീക്ഷണ പറക്കൽ ഈ വർഷം നടക്കുമെന്ന് ISRO ചെയർമാൻ ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിലെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് നിർമ്മിച്ച റോബോട്ടിക് കൈകൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ സുപ്രധാന ഘടകമാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വ്യക്തമാക്കി. ജനുവരി 16 നടന്ന ഡോക്കിംഗ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ തന്ത്രപ്രധാനമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. മൊത്തം 3 അൺക്രൂഡ് മിഷൻ അക്കംപ്ലിഷ് ചെയ്തിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആദ്യത്തെ അൺക്രൂഡ് മിഷൻ ഇപ്പം ചെയ്യാനുള്ള എല്ലാം അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നതുകൊണ്ട് ഈ കൊല്ലത്തിൽ തന്നെ അത് നടക്കും. 16-ാം തീയതി ഒരു നമ്മളുടെ ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സക്സസ് ചെയ്ത് ഇന്ന് നിറയെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. പിന്നെ റൊബാറ്റിക് ആം വേണം അതിനെ സാമ്പിൾ എടുക്കണമെങ്കിൽ. അപ്പം അതിൻ്റെ ഒരു ടെക്നോളജിയും നമ്മളിപ്പം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തല്ലോ. അത് നമ്മൾ കുറച്ച് എല്ലാം സ്പേസ് റൊബാറ്റിക് ആം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിറയെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് ചന്ദ്രയാൻ 4 ചെയ്യാൻ പോകുന്നത്. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, വളരെ പോസിറ്റീവായി ഇനി മുന്നോട്ട് എന്ത് എന്ന് നമ്മൾ കാത്തിരിക്കുന്നതിൽ നമ്മൾ ISROയുടെ അടക്കം നിർണായകമായിട്ടുള്ള ചുവടുവയ്പ്പുകളെക്കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തൊക്കെയാണതെല്ലാം? ചുവടുവയ്പ്പുകൾ വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകളെ കുറിച്ചാണ് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ വ്യക്തമാക്കിയത്. അദ്ദേഹം ജനുവരി 13-ാം തീയതിയാണ് ഔദ്യോഗികമായി സ്ഥാനം ഏറ്റെടുത്തത്. ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു, ബാംഗ്ലൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിലെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം എത്തിയത്. രാത്രി ഏറെ വൈകിയാണ് എത്തിയത്. 3 ദിവസത്തെ സന്ദർശനം മാത്രമാണ് ഉള്ളത്. നാളെ അദ്ദേഹം 23-ാം തീയതി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ, അത് IISU, VSSC, വലിയമല, ഇവിടെ ഒക്കെ തന്നെ ഈ യൂണിറ്റുകളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിനിടയിലാണ് ജനം ടിവിയോട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കുന്ന വിവിധ യൂണിറ്റുകൾ, ഇനി വരുന്ന പ്രോജക്റ്റുകൾ, അതിൻ്റെയൊക്കെ സ്ഥിതി അദ്ദേഹം വിവരിച്ചത്. ഇനി IISUവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ISROയിൽ അദ്ദേഹം ജോലി ലഭിച്ചതിന് ശേഷം ആദ്യമായി ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. അത് 1984 ഫെബ്രുവരി 1-ാം തീയതിയാണ് അദ്ദേഹം IISUവിലേക്ക് ആദ്യം ജോലി ലഭിച്ച് എത്തുന്നത്. അവിടെ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആദ്യമായി ISROയിൽ ജോലി ലഭിച്ച് IISUവിലേക്ക് എത്തുന്നു. അവിടേക്ക് തന്നെ തിരിച്ച് ചെയർമാനായി വർഷങ്ങൾക്കിപ്പുറം തിരിച്ചെത്തുന്നതിൻ്റെ വലിയ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ചാണ്. ആളില്ല പരീക്ഷണ പറക്കൽ ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് നിർമ്മിച്ച റോബോട്ടിക് കൈകൾ, നമുക്കറിയാം ഇത് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ സുപ്രധാന ഘടകമാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ജനുവരി 16-ാം തീയതി നടന്ന ഡോക്കിംഗ് ചന്ദ്രയാൻ 4 അത് ദൗത്യത്തിൽ തന്ത്രപ്രധാനമാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം അതുപോലെ ഗഗൻയാൻ, ചന്ദ്രയാൻ 4 തുടങ്ങിയ ദൗത്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിന്റെ നിലവിലെ സാഹചര്യം, അതിന്റെ പരീക്ഷണങ്ങൾ എവിടെ വരെ എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും 3 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ്, ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇന്നും പല സ്ഥലങ്ങളിൽ ഈ യൂണിറ്റുകൾ, അതായത് IISU ഉണ്ട്, VSSC ഉണ്ട്, ഇവിടെ യൂണിറ്റുകളൊക്കെ തന്നെ സന്ദർശിക്കുകയും പല റിവ്യൂ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ആ ഒരു തിരക്കിട്ട ഷെഡ്യൂളിനിടയിലുമാണ് അദ്ദേഹം ഈ ഗഗൻയാനെക്കുറിച്ചും ഒപ്പം തന്നെ ചന്ദ്രയാൻ 4-നെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമാക്കിയത്. IISUവിലടക്കം സന്ദർശിച്ച് ഓരോ കാര്യങ്ങളും അദ്ദേഹം നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ 23-ാം തീയതി അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും. വീണ. ഓക്കെ, ശരി രശ്മി.